വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഏരിയയിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം മുകളിലോട്ട് പോകാതെ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഇന്ന് അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ലെവലിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്നുള്ളത് ഒരു FEG ആണ്. ആ ഒരു FEGനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്തിടുന്നത് ഈ ഒരു ക്യാൻഡിൽ മിനിഞ്ഞാന്നത്തെ ക്യാൻഡലിന്റെ ലോയാണ്. ഇന്ന് മാർക്കറ്റ് അവിടെ എത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ലോയിനെ മാർക്ക് ചെയ്തിടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 അവറിൽ നോക്കി കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു ലെവല് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ആ ലെവല്. അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ലെവലിനെ കുറച്ചും കൂടി കയറ്റി ഈ ഒരു ലെവലിലാണ് വെക്കുന്നത്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയനെയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. താഴോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇവിടേക്കാണ് വെക്കുന്നത്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് പോയത് ഏരിയ ആണ്. അവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ നോക്കിയാൽ കാണാം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവലാണ്. ഇവിടെ നിന്നൊരു ബ്രേക്ക് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയതാണ്. നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ്. അതിനെയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു FEG ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് നല്ല രീതിയിൽ വരികയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു റീടെസ്റ്റിന് വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ ലെവലിലേക്ക് റീടെസ്റ്റിന് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. നന്നായി താഴോട്ടേക്ക് ആണെങ്കിൽ എടുക്കാതിരിക്കുക. കാരണം നന്നായി താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവും. അല്ല ഇവിടെ നിന്ന് തന്നെയാണ് വന്നിട്ട് ഈ റീടെസ്റ്റിന് വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ വരികയാണ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ടാർഗറ്റ് ഇവിടം വരെ വരാം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവല് അതായത് ഈ ഒരു FEG വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്, മുകളിലോട്ടുള്ള ഒരു ബൈ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ലെവലിലേക്ക് ആയിരിക്കും വരാനുള്ള ഒരു സാധ്യത കാണുന്നത്. ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് അതായത് ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെ കൺഫർമേഷൻസ് കിട്ടിയാൽ മാത്രം എടുക്കുക രണ്ട് സൈഡിലേക്കും. അല്ലെങ്കിൽ ഈ ഒരു ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ നിന്നിട്ട് ഒരു ബൈ എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവല് അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ലാക്ക് വരെയൊക്കെ ഏറെക്കുറെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വീണ്ടും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.